ഞാൻ തോമസ് മാഷിനെ നോക്കിയിരിക്കുകയായിരുന്നു എൻ്റെ കയ്യിലൊന്ന് കിട്ടാൻ വേണ്ടി. അതായത് ഇലക്ഷൻ വരുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനിയൊക്കെ എന്തോ വലിയ മലമറിക്കും, അവരൊക്കെ ഈ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വിട്ടിട്ട് BJP-യോട് അങ്ങ് നിൽക്കും, സാറിൻ്റെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലൊക്കെ വലിയ ചർച്ചയാണെന്നൊക്കെ പറഞ്ഞിട്ട് വയനാടായിരുന്നു വേണ്ടത്, പാലക്കാടൊക്കെ വിടാം നമുക്ക്. വയനാട്ടിൽ ഈ പറയുന്ന വഖഫ് എന്ന് പറഞ്ഞ കിരാത നിയമം ഉണ്ടാക്കിയ കോൺഗ്രസ് പാർട്ടിയുടെ, അതിനുവേണ്ടി നിൽക്കുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിനെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാളും വലിയ ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ചതിൽ നല്ല പങ്ക് വയനാട്ടിലെ സത്യക്രിസ്ത്യാനികൾക്കുണ്ട്. സാറ് നിഷേധിക്കുമോ? നിഷേധിക്കുന്നില്ല. അപ്പോൾ എന്തോ പറ്റി? അതായത് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്നോ ഏതാണ്ട് പറഞ്ഞൊരു പ്രയോഗമില്ലേ, അപ്പം അതേപോലെ പ്രിയങ്കയെ കാണുമ്പോൾ മുനമ്പം മറന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കൊരു നിർദ്ദേശമുണ്ട്. ഈ പാർലമെന്റിന്റെ ഈ 23-ാം തീയതി തുടങ്ങുന്ന സെഷനിൽ, അല്ല ഇപ്പോൾ 23-ല്ല, ഈ അടുത്ത നാളെ തുടങ്ങുന്ന അല്ലേ സെഷനിൽ വഖഫ് ബില്ല് പാസ്സാക്കണം. പാസ്സാക്കി കഴിഞ്ഞിട്ട് അതിനൊരു ക്ലോസ് വെക്കണം. ബില്ല് പാസ്സാക്കി, പക്ഷെ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം. അപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനി എന്ത് ചെയ്യും? അപ്പോൾ ക്രിസ്ത്യാനി മാറി ചിന്തിച്ചു തുടങ്ങും. അല്ല, ഇതിപ്പോ ഈ പ്രിയങ്കയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സെപ്ഷണൽ കേസാണ്. അത് അല്ല, പണ്ട് ചെറുപ്പം തൊട്ടേ അല്ല, ആ പാർട്ടിയാണ് സാർ ഈ വലിയ ചതി ചെയ്തത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ നേതാവിനെ കിട്ടുമ്പോൾ അവിടെയാ കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷെ ഇതാണ് ഈ സായിപ്പിനെ കാണുമ്പോൾ നമ്പാൻ കൊള്ളൂല അല്ലേ? നമ്പാൻ കൊള്ളൂല, അങ്ങനെയാണോ? അങ്ങനെയല്ല, അത് പ്രിയങ്കയോട് അവർക്കൊരു ഇഷ്ടമുണ്ട് നേരത്തെ തൊട്ട്, അത് പെട്ടെന്ന് അങ്ങ് മാറില്ല. അതും മുനമ്പായിട്ട് അവർ കൂട്ടിക്കെട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂട്ടിക്കെട്ടണ്ടായിരുന്നേ? അതായിരുന്നു മുനമ്പം സാഹചര്യമൊക്കെ ഒന്ന് മനസ്സിൽ വെക്കേണ്ടതായിരുന്നു. പക്ഷേ മുനമ്പം മറന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രിയങ്കേനെ കണ്ടപ്പോൾ എല്ലാം മറന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്ത്യൻസൊക്കെ സമനില തെറ്റി തന്നെ പ്രിയങ്കയ്ക്ക് തന്നെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവർ മുനമ്പത്തെ പറ്റി ഓർത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റുകൾ തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്താഗതിയിൽ മാറ്റം വരും. എനിക്ക് തോന്നുന്നില്ല. അല്ല, BJP വേണമെങ്കിൽ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് വേണ്ട ചെയ്തു, പക്ഷെ ഞങ്ങളുടെ വോട്ട് കോൺഗ്രസിനാണ്. അല്ല, അത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ രാംപൂർ എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്. രാംപൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒരു ബൂത്തിൽ 526 വീടുകളാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കിട്ടിയത്. അവിടെ BJP പക്ഷേ ഇലക്ഷൻ വന്നപ്പോൾ BJP കിട്ടിയ വോട്ട് എത്രയാണെന്നറിയാം? 0. അതാണ് കേരളത്തിലെ ക്രിസ്ത്യാനി മാതൃകയാക്കുന്നതെന്ന് പറഞ്ഞാൽ തെറ്റില്ലെന്ന് തോന്നുന്നു. കാരണം ഇത് നമ്മൾ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയോട് വലിയ അനുഭാവം പുലർത്തുന്ന ഒരു ചാനലാണ്. പക്ഷേ മുനമ്പം സമരത്തിൽ പോലും നമ്മളെപ്പോലെ ആത്മാർത്ഥമായി ആ നിലപാടിൽ അവർക്ക് വേണ്ടി നിൽക്കുന്നവർ വേറെ ആരുമില്ല. പക്ഷേ അവരോട് കേരളത്തിലെ മുനമ്പത്തെ പാവപ്പെട്ട ലത്തീൻ ക്രൈസ്തവരോട് എനിക്ക് അത് തോന്നുന്നു, ലത്തീൻകാരനായതുകൊണ്ടാണോ ഈ സവർണ ക്രൈസ്തവർക്ക് ലത്തീൻകാരുടെ നമ്പരം കാണാതെ പോയത്? അങ്ങനെയില്ല, അതൊന്നുമല്ല. പക്ഷേ പ്രിയങ്കയെ കാണുമ്പോൾ ഒരു സമനില തെറ്റിലുണ്ട്. ആ സമനില തെറ്റുമ്പോൾ കിടപ്പാടം പോവും. അതെ, കിടപ്പാടം പോവും. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളെ ഏറ്റവും കൂടുതൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന പരസ്യമായി കാണിക്കുന്നത് മുനമ്പം ഇഷ്യൂവിനോട്, ക്രൈസ്തവരുടെ ഇഷ്യൂയോടൊക്കെ നമ്മൾ വളരെ അനുഭവത്തോടെയാണ് എക്കാലത്തും. ഈരാറ്റുപേട്ടയിൽ അച്ഛൻ്റെ നെഞ്ചത്ത് ബൈക്ക് കയറ്റിയ സംഭവമാണേലും ഇവരുടെ മുഴുവൻ ശത്രുത ഏറ്റുവാങ്ങിക്കൊണ്ട് ABC നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു സങ്കടം എന്ന് പറയുന്നത് ഈ അതികിരാതമായ ഒരു നിയമം, വഖഫ് നിയമം വന്നിട്ട് പോലും ക്രൈസ്തവ സഭാ വിശ്വാസികളായ ബഹുഭൂരിപക്ഷത്തിന് ഒട്ടേറെ ആളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ മഹാഭൂരിപക്ഷത്തിനും ഇത് മനസ്സിലാവുന്നില്ല. അവരുടെ സഹോദരന്മാർ അനുഭവിക്കുന്ന ഭീഷണി, കുടിയിറക്ക് ഭീഷണി, ഭൂമി നഷ്ടപ്പെടുന്ന ഭീഷണി പോലും ഇവരെ കണ്ണു തുറപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമല്ല. എന്ന് നന്നാവും. അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രിയങ്ക ഗാന്ധിയുടെ കേസ് എക്സെപ്ഷനല്ല. അത് മുനമ്പുമായിട്ട് മറ്റു കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അതേസമയം സാറ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ BJP ക്രിസ്ത്യൻസിനോട് സപ്പോർട്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. വളരെ സപ്പോർട്ട്. തിരിച്ചുണ്ടോന്നുള്ളതാണ്. തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ പ്രണയമാണ്. അത് വേണ്ടത്ര വന്നിട്ടില്ല.
പക്ഷേ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഓക്കെയാണ്. തൃശ്ശൂർ ചെയ്തിട്ടുണ്ടല്ലോ ഉണ്ട്. അപ്പൊ മാറൂല എന്നങ്ങനെ തീർത്ത് പറയല്ലേ, മാറ്റം വരും. പക്ഷെ ഞാൻ പറയുന്നത് അതില്ല, ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ലേ സാർ. അതായത് ഈ വലിയ ചതി ചെയ്ത പാർട്ടിയെ ശിക്ഷിക്കാനുള്ള അവസരം കിട്ടിയത് അതിന്റെ ഏറ്റവും വലിയ നേതാവിനെ ശിക്ഷിക്കുക എന്നുള്ള, തോപ്പിക്കാൻ പറ്റില്ല, ഒരു നുള്ളിയെങ്കിലും വിടാമായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാളും വോട്ടൊന്ന് കുറയ്ക്കാമായിരുന്നു. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അത് പ്രത്യേകിച്ച് അവിടെ ഈ പഴയ ആൾക്കാരൊക്കെ ഇപ്പൊ എന്താ പറയുന്നത്, നിങ്ങളുടെ വഖഫ് ഒന്നും ഏറ്റില്ലല്ലോ എന്നാണ് കോൺഗ്രസ് അറിയിക്കുന്നത്. അത് പറയും. പക്ഷെ അത് വേറെ എവിടെയെങ്കിലും ഏക്കും, തൃശ്ശൂരേറ്റതുപോലെ വേറെ എവിടെയെങ്കിലും ഒക്കെ ഏക്കും. ഇവിടെ ഇപ്പോൾ പ്രിയങ്കയുടെ കേസ് അത് ഒരു എക്സെപ്ഷണൽ കേസായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പിന്നെ അല്ല, BJPയോട് പല കാര്യത്തിലും ക്രിസ്ത്യൻസ് നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. കേരളത്തിലെ പല ആപൽഘട്ടങ്ങളിലും ക്രിസ്ത്യൻസിനൊപ്പം നിന്നിട്ടുണ്ട്. മാത്രമല്ല LDF UDF ക്രിസ്ത്യൻസിൻ്റെ കൂടെ നിൽക്കുന്നുമില്ല. 140 പേരും ക്രിസ്ത്യൻസിൻ്റെ യാതൊരു കാര്യത്തിലും ഇൻട്രസ്റ്റ് എടുക്കുന്നതായിട്ട് തോന്നുന്നില്ല ഇതുവരെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ. അതേസമയം BJP സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ BJPയോട് തിരിച്ച് അതേപോലെ നന്ദി കാണിക്കുന്നുണ്ടോയെന്ന് സംശയമുണ്ട്. അല്ല, നന്ദിയൊന്നും വേണ്ട. BJPയോട് നന്ദി കാണിക്കണമെന്നും ഞാൻ പറയുന്നില്ല. സ്വന്തം നിലനിൽപ്പിനെ കുറിച്ചെങ്കിലും ആലോചിക്കട്ടെ. കേരളത്തിലെ ക്രൈസ്തവർ നേരിടുന്ന വലിയ പ്രതിസന്ധി, 2 പ്രബല രാഷ്ട്രീയ മുന്നണികളും അവരെ പുറന്തള്ളി എന്നുള്ളതാണ്. 2 കൂട്ടർക്കും അവരെ വേണ്ട. അതാണ് എടുക്കാച്ചിറക്കായി ക്രിസ്ത്യാനി. അതാണ് ഞാൻ BJPയെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടല്ല പറയുന്നത്. ക്രിസ്ത്യാനിയെ വേണ്ട എന്ന് ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തീരുമാനിച്ചു കഴിഞ്ഞു. എന്നിട്ടും എന്തിനാണ് അവന്റെ പിന്നാലെ ഇങ്ങനെ വാലാട്ടി നടക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ നോട്ടൊക്കെ വോട്ട് ചെയ്യൂ, BJPക്ക് ചെയ്യണ്ട പ്രിയങ്കയുടെ മണ്ഡലത്തിൽ. അത് നമ്മുടെ ബിഷപ്പ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പല പള്ളികളിൽ ഇടയലേഖനം ഇറക്കുന്നൊരു സ്വഭാവമുണ്ട്. എന്നാൽ ഇത്തവണ നമ്മളെ സഹായിക്കാത്ത നേതാവാണ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ വോട്ടുകൾ നോട്ടൊക്കെന്ന് പറയാലോ. BJP സഹായിക്കണ്ട. പക്ഷേ ജവഹർലാൽ നെഹ്റു തൊട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യൻസിനോട് ഒരു സെക്യുലർ സെൻസിലൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഒരു ചെറിയ താല്പര്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ വഖഫ് പ്രശ്നം വളരെ കഷ്ടമായിപ്പോയി. അതിൽ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് വളരെ ദ്രോഹം ആണ് ചെയ്തിരിക്കുന്നത്. അത് അറിയാം. പക്ഷേ ഇപ്പോൾ ഇത് കണക്കാക്കണ്ട, ഈ പ്രിയങ്ക ഗാന്ധിയുടെ കേസ് കണക്കാക്കണ്ട. പക്ഷേ ഇനിയൊരു ജനറൽ ഇലക്ഷൻ പാർലമെൻറ്റിലേക്കൊക്കെ വരുമ്പോൾ ഇതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. ചില ആൾക്കാർക്ക് പതുക്കെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, ഈ മുനമ്പത്തിൻ്റെയോ അല്ലെങ്കിൽ വഖഫിൻ്റെ കേസ്. പക്ഷേ തൃശ്ശൂർ വന്ന പോലെ മാറ്റങ്ങളൊക്കെ വരും. സ്ലോ പ്രോസസ്, സ്ലോ ആൻഡ് സ്റ്റഡി. എനിക്ക് ആ യേശുദേവൻ്റെ പ്രാർത്ഥനയെ ഓർമ്മ വരുന്നത്, പിതാവേ ഇവർ ചെയ്തത് എന്താണെന്ന് ഇവരറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇവർ അറിഞ്ഞതായി ഭാവിക്കുന്നില്ല, ഇവരോട് ക്ഷമിക്കാതിരിക്കണേ. അതെ, അല്ല അത് മുനമ്പം പ്രശ്നം, പ്രിയങ്കയുടെ കേസിൽ മുനമ്പം പ്രശ്നം ആൾക്കാർ ചിന്തിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കോൺഗ്രസ് അല്ലേ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല, കോൺഗ്രസ്സാണ് ഇതിനെല്ലാത്തിനും ഉത്തരവാദി. ഈ കഷ്ടപ്പാട് ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് മാത്രമാണ് ഉത്തരവാദി. പക്ഷേ അത് പ്രിയങ്കയുടെ കേസിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല ആൾക്കാർ ചിന്തിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു പോയതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്കാണ്. ഈ LDFൻ്റെയും LDFൻ്റെയും അതേപോലെ NDAയുടെ ആൾക്കാർക്കാണ് ആൾക്കാർ വോട്ട് ചെയ്യേണ്ടവർ വരാതിരുന്നതെന്നാണ്. കാരണം അവർക്ക് ഇറ്റ്സ് എ ഫോർഗോൺ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഇതിപ്പോൾ എങ്ങനെയാലും പ്രിയങ്ക ജയിക്കുള്ളൂ എന്നുള്ള കാര്യം കഷ്ടപ്പെട്ടു പോയത് വോട്ട് ചെയ്യാൻ. അപ്പം പിന്നെ എന്തിനാ വെറുതെ വെയിലും കൊണ്ട് നടക്കണമെന്ന് വിചാരിച്ചിട്ട് പലരും പോയില്ല. പക്ഷേ ഒരു വലിയ തീരാ നഷ്ടമായിരുന്നു. കേരളത്തിലെ ഈ 3 മണ്ഡലങ്ങളിൽ ക്രൈസ്തവ സഭ തീരുമാനിച്ച് രാഷ്ട്രീയമായി ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ കേരളത്തിലെ സഭകളുടെ മുറ്റത്ത് ഈ നേതാക്കന്മാരെല്ലാം വന്ന് പിറ്റേ ദിവസം പോലെ അട്ടിപ്പേറ് കിടന്നേനെ. ഒരു സംശയമില്ല. അതിനുള്ള സുവർണാവസരം കളഞ്ഞു കുളിച്ചു ആൾക്കാർ. എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇലക്ഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോസ്റ്റ് ക്രൂഷ്യൽ. അതോടുകൂടി ആൾക്കാരുടെ ഇപ്പോൾ ശബരിമലയിൽ പോയിട്ട് മാർക്സിസ്റ്റ് പാർട്ടി എന്താ കാണിച്ചായിരുന്നു, അത് കഴിഞ്ഞ് ഇലക്ഷൻ്റെ റിസൾട്ട് കണ്ടോടുകൂടി ഇപ്പോൾ ശബരിമല എന്നുള്ള വാക്കുപോലും മാർക്സിസ്റ്റ്. അതെ, ഞാൻ പറഞ്ഞേ, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അത് കേരളത്തിലെ ഈ വിശ്വാസികളായ അൽമായരെ മുഴുവൻ കേരളത്തിലെ സഭാ നേതൃത്വം പറ്റിച്ചു എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഈ തെരഞ്ഞെടുപ്പ് 3 ബൈ ഇലക്ഷൻ കൊണ്ട് കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, പുതിയ സർക്കാർ വരാനും പോകുന്നില്ല. അങ്ങനെ ആർക്കും പ്രത്യേകിച്ച് തോറ്റാലും ജയിച്ചാലും 2 മുന്നണിക്കും പ്രശ്നമില്ല. പക്ഷേ അവിടെയെങ്കിലും ഒരു ക്രൂഷ്യലൊന്നുമല്ല, ക്രൂഷ്യലല്ലാത്ത ആ തെരഞ്ഞെടുപ്പിൽ സഭ ഒരു പാഠം പഠിപ്പിക്കണമായിരുന്നു. പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന്
ഈ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ മുഴുവൻ ബിഷപ്പുമാരുടെയും അരമനകളിൽ ഉണ്ടാവുമായിരുന്നു കേരളത്തിലെ 2 മുന്നണി നേതാക്കന്മാർ. അതിനുള്ള അവസരം കളഞ്ഞു കൊടുത്തു. ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ വഖഫ് പറഞ്ഞിട്ട് എന്തായി, ജനം ഞങ്ങളുടെ കൂടെയാണ്. അല്ല, അതുണ്ട്. അത് അതായത് ക്രിസ്ത്യാനി വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്ന് തെളിഞ്ഞു. ഇലക്ഷനിൽ തെളിയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് ഒരു റീതിങ്കിങ് വരുന്നതെന്ന് അറിയില്ല. പക്ഷേ അത് ഒരു വളരെ മണ്ടത്തരം, കാരണം മണ്ടത്തരമല്ല, ആസൂത്രിതമാണ്. കാരണം അങ്ങനെ സഭാവിശ്വാസികൾ അങ്ങനെ രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, വൈദികർ മുതൽ മുകളിലോട്ടുള്ളവർ തീരുമാനിച്ചു. ഇപ്പോഴും ഈ സംഭവം അറിഞ്ഞുകൂടാത്ത ആളുകളുണ്ട്. ഒരുപാട് പേരുണ്ട്. കുറേ പേർക്കറിയാം, എന്നാൽ പോലും അറിഞ്ഞുകൂടാ. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് കുറേ പേർക്ക് ഇപ്പം അറിയാം. പക്ഷേ 2 കൊല്ലം മുമ്പ് ആർക്കും പറഞ്ഞു, ഒരു ക്രിസ്ത്യന് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞ് വരുന്ന സാഹചര്യമുണ്ട്. ഇതിനു മുമ്പ് ഈ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓടിക്കുമായിരുന്നു, വർഗീയത പറയില്ലെന്നൊക്കെ. ഇപ്പോഴാണ് ചെറിയൊരു ഐഡിയെങ്കിലും വന്നിരിക്കുന്നത്. അപ്പം അത് ചിലർക്കൊക്കെ അതങ്ങ് രജിസ്റ്റർ ചെയ്ത് വരാൻ കുറച്ച് സമയം പിടിക്കും. സാധാരണക്കാർ മനസ്സിലാക്കി വരട്ടെ. പക്ഷേ കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഏതായാലും സഭ ക്രിസ്ത്യാനികൾ കിട്ടിയ ഒരു സുവർണാവസരം കളഞ്ഞു കുടിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.